പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൽ പുതുതായിട്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന പുതിയ ടോപ്പിക്കാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽസ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ കൂടുതലും ചോദിക്കാറുള്ളത് ഇവിടെ കാണുന്ന പോലെ പവർ പോയിൻ്റ്, ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റ്, അതുപോലെ കലോറിഫിക് വാല്യൂ, അതിൽ വരുന്ന ഹയർ കലോറിഫിക് വാല്യൂ, അതുപോലെ ലോവർ കലോറിഫിക് വാല്യൂ, അതുപോലെ ഒക്ടൈൻ നമ്പറും സീറ്റൈൻ നമ്പറും. ഓക്കെ, അതുപോലെ ഡെൻസിറ്റി വിസ്കോസിറ്റി ഒക്കെ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ടേമായിരിക്കും ഡെൻസിറ്റി വിസ്കോസിറ്റി. അപ്പോൾ നമുക്ക് പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും ബാക്കിയുള്ള ഇത്രയും വരുന്ന ബാക്കിയുള്ള താഴെ കാണുന്ന പവർ പോയിൻ്റ് മുതൽ അവസാനം കാണുന്ന സീറ്റൈൻ നമ്പർ വരെ വരുന്ന അത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ കുറച്ച് അധികം സ്ട്രെസ് കൊടുത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം, ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ മലയാളത്തിൽ സാധാരണയായിട്ട് സാന്ദ്രത എന്ന് പറയാറുണ്ട് അല്ലേ. അതായത് നമുക്ക് മാസും വോളിയം തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിനകത്ത് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു വാട്ടറിനെ വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ ഒരു ടാങ്ക് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ആ ടാങ്കിൻ്റെ നീളവും വീതിയും ഉയരും. ഓക്കെ, നീളം 1 മീറ്ററാണ്, അതുപോലെ വീതി 1 മീറ്ററാണ്, അതുപോലെ ഹൈറ്റും 1 മീറ്ററാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ടാങ്കിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1 × 1 അതായത് 1 മീറ്റർ ക്യൂബാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു യൂണിറ്റ് വോളിയം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ 1 മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള ടാങ്കിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനകത്തേക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ വിചാരിക്കുക. അതിലേക്ക് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ നമ്മൾ മുഴുവനായിട്ടും ഈ 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ മുഴുവനായിട്ടും നിറച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ വാട്ടറിൻ്റെ മാസും അതുപോലെ തന്നെ ആ ഒരു കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടാങ്കിൻ്റെ വോളിയം തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ ആ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് കിലോഗ്രാം ആണ് യൂണിറ്റ്, വോളിയം മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിൻ്റെ SI യൂണിറ്റ് വരുന്നുണ്ടായിരിക്കാം. അതുപോലെ ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് റോ. ഓക്കെ, റോ ആണ് ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ. അപ്പോൾ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും 1 മീറ്റർ ക്യൂബ് വോളിയത്തിനകത്തുള്ള വാട്ടറിൻ്റെ മാസ് എത്രയായിരിക്കും, 1000 കിലോഗ്രാം ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടാങ്കിൻ്റെ കേസിൽ പറഞ്ഞു, ആ ടാങ്കിൽ 1 മീറ്റർ ക്യൂബ് വോളിയുള്ള ടാങ്കിൽ നമ്മൾ നിറയെ വാട്ടർ നിറച്ച് കഴിഞ്ഞാൽ ആ വാട്ടറിൻ്റെ മാസ് 1000 കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് പെട്രോളിനായാലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിനൊക്കെ ഇതേപോലെ ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ മീറ്ററിനകത്ത് താഴെ അങ്ങനെ കൊടുക്കുന്നില്ലേ, നമുക്കിവിടെ പെട്രോൾ അടിക്കുന്ന ആ ഒരു എമൗണ്ടൊക്കെ കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ താഴെ ഒരു ചെറിയൊരു ബോക്സിലായിട്ട് അതിൻ്റെ പെട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ഡീസലിൻ്റെയൊക്കെ ഡെൻസിറ്റി അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 700, 800 അല്ലെങ്കിൽ 700ൻ്റെയും മാക്സിമം ഒരു 800ൻ്റെയൊക്കെ അടുത്ത് വരുന്ന റേഞ്ചിലൊക്കെയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ ഡെൻസിറ്റി വരുന്നത്. നമ്മൾ മിക്കവാറും നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ കണ്ട കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡെൻസിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മൾ ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഏതൊരു ഫ്ലൂയിഡിൻ്റെയും പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന വിസ്കോസിറ്റിയെ കുറിച്ചാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് ഫ്യൂവൽ. അതായത് ഈ വിസ്കോസിറ്റി നമുക്ക് കോമൺ ആയിട്ട് ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഫ്യൂവലിൻ്റെ കേസിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഇത് പറയാൻ പറ്റും. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എബിലിറ്റി ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഫ്ലൂയിഡിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എബിലിറ്റി, ആ കഴിവിനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വിസ്കോസിറ്റിൻ്റെ യൂണിറ്റുകളൊക്കെ കൊടുക്കുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗിൽ നമുക്കതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ വിസ്കോസിറ്റി എന്താ മനസ്സിലാക്കി വെക്കുക, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു ദ ഫ്ലോ ഓഫ് ഫ്യൂവൽ. ഓക്കെ, ഫ്യൂവലിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ എബിലിറ്റിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഡെൻസിറ്റി മനസ്സിലാക്കി, അതുപോലെ നമ്മൾ രണ്ടാമത് വിസ്കോസിറ്റി മനസ്സിലാക്കി. ഇനി തേർഡ് പോയിൻ്റാണ്, തേർഡ് പ്രോപ്പർട്ടിയാണ് വരുന്നത്, മൂന്നാമതായിട്ട് വരുന്നത് പോർ പോയിൻ്റാണ്. ഓക്കെ, പോർ പോയിൻ്റ്. അപ്പോൾ നോക്കാം, അതിന് ജസ്റ്റ് ഡെഫിനേഷൻ വായിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫ്യൂവൽ റിമെയിൻസ് ഏബിൾ ടു ഫ്ലോ. ഓക്കെ, അതായത് ഒരു ഫ്യൂവലിന് ഫ്ലോ ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ഫ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ടെമ്പറേച്ചറിനെയാണ് ആ ഫ്യൂവലിൻ്റെ പോർ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ആ ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അപ്പോഴേ ഫ്യൂവലിന് ആ ടെമ്പറേച്ചറിന് ശേഷമേ ഫ്യൂവലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം ആ ടെമ്പറേച്ചറിൻ്റെ മുന്നേ എന്തായിരിക്കും അവസ്ഥ, ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. ദ ടെമ്പറേച്ചർ ബിലോ ദിസ് പോയിൻ്റ് ദ ഫ്യൂവൽ ബിക്കംസ് സോളിഡ്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞ പോലെ ഈ ടെമ്പറേച്ചറിൻ്റെ താഴെയാണെങ്കിൽ എന്തായിരിക്കും, ഫ്യൂവൽ സോളിഡ് അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ പോർ പോയിൻ്റ് മനസ്സിലായി വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫ്യൂവൽ റിമെയിൻസ് ഏബിൾ ടു ഫ്ലോ. ഓക്കെ, ഒരു ഫ്യൂവലിന് ഫ്ലോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് ആ ഫ്യൂവലിൻ്റെ പോർ പോയിൻ്റ്. ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലാകുമ്പോൾ ഫ്യൂവലിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അത് സോളിഡ് അവസ്ഥയിലായിരിക്കും, അതിന് ഒഴുകാൻ കഴിയില്ല അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദ ടെമ്പറേച്ചർ ബിലോ ദിസ് പോയിൻ്റ് ദ ഫ്യൂവൽ ബിക്കംസ് സോളിഡ്. ഓക്കെ, അപ്പോൾ പോർ പോയിൻ്റ് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമുക്കടുത്ത് ഫ്ലാഷ് പോയിൻ്റ് നോക്കാം. ഓക്കെ, നാലാമത്തെയാണ് ഫ്ലാഷ് പോയിൻ്റ്. ഇറ്റ് ഈസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫ്യൂവൽ സ്റ്റാർട്ട്സ് ഫ്ലാഷിംഗ് ഓർ ഇഗ്നൈറ്റ്സ്. അപ്പോൾ ഒരു ഫ്യൂവലിൻ്റെ മിനിമം ടെമ്പറേച്ചറാണ്. എപ്പോഴുള്ള മിനിമം ടെമ്പറേച്ചറാണ്, ജസ്റ്റ് അതിനൊന്ന് ഫ്ലാഷ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്താൻ ആവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചറാണ് ആ ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് അതിന് കത്താൻ അല്ലെങ്കിൽ അത് ബേൺ ചെയ്യാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഫയർ പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ആ മിനിമം ടെമ്പറേച്ചറിനെയാണ് ആ ഫ്യൂവലിൻ്റെ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഫയർ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഫയർ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫ്യൂവൽ സ്റ്റാർട്ട്സ് ബേണിംഗ് കണ്ടിന്യൂസ്ലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫ്ലാഷ് ചെയ്യുന്ന ആ ഒരു ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഫ്ലാഷ് പോയിൻ്റ്. എന്നാൽ ആ ഫ്യൂവൽ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ടെമ്പറേച്ചറാണ് ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫയറിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ ആവശ്യമായുള്ള ആ ഒരു ഫ്യൂവലിന് ആവശ്യമായുള്ള മിനിമം ടെമ്പറേച്ചറാണ് ആ ഫ്യൂവലിൻ്റെ ഫയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഫ്യൂവൽ സ്റ്റാർട്ട്സ് ബേണിംഗ് കണ്ടിന്യൂസ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് മനസ്സിലാക്കി. അതുപോലെ ആദ്യം നമ്മൾ ഡെൻസിറ്റി പറഞ്ഞു, വിസ്കോസിറ്റി പറഞ്ഞു, പവർ പോയിൻ്റ് പറഞ്ഞു, ഫ്ലാഷ് പോയിൻ്റ് പറഞ്ഞു, അതുപോലെ ഫയർ പോയിൻ്റ് പറഞ്ഞു. നമ്മൾ 5 പഠിച്ചു. നമുക്കിനി കലോറിഫിക് വാല്യൂം അതുപോലെ തന്നെ ഒക്ടൈൻ നമ്പറും സീറ്റൈൻ നമ്പറും ഉണ്ട്. ഓക്കെ, ഈ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.